കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെയും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ കർത്താവ് നൽകിയ ഈ അവസരം വിലയേറിയതായി കാണുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടെ യേശുവിനെ ഉയർത്തുവാൻ നൽകിയ അവസരങ്ങൾ വിലയേറിയതായി വിലപ്പെട്ടതായി ഞാൻ കരുതുകയാണ്. തീർച്ചയായും യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ കൃപ നിങ്ങൾക്ക് സങ്കേതമായി, അനുഗ്രഹമായി, അതൊരു വലിയ വിശാലതയായി നിങ്ങളുടെ ഭാവിയെ അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളെ കർത്താവ് പരിപാലിക്കുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതയുടെ പല മേഖലകൾ മനുഷ്യന് നേരെ, മാനവജാതിക്ക് നേരെ ഉയർന്നു വരുമ്പോൾ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ പരിപാലിക്കുന്നത് പോലെ നമ്മളെ പരിപാലിച്ച് അനർത്ഥങ്ങൾ വരാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ വരാഞ്ഞിട്ടല്ല, രോഗങ്ങൾ നമ്മളെ പിടിക്കാഞ്ഞിട്ടല്ല, പക്ഷെ കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സ്നേഹവും നമ്മളെ ഓരോ ദിവസവും ജയത്തിലേക്ക്, അതേ പ്രത്യാശയിലേക്ക് നയിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ സന്നിധി മുട്ടുകുത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു കൂട്ടുകാരനെ പോലെ, ഒരു പിതാവിനെ പോലെ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ധൈര്യത്തോടെ പറയുക. ഒരിക്കലും കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ പക്കൽ ഉണ്ട്. കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി സ്തോത്രം. 66 പുസ്തകങ്ങൾക്ക് അടങ്ങിയിരിക്കുന്ന വാക്തത്വങ്ങളും ആശയങ്ങളും ഉപദേശങ്ങളും വിമർശനങ്ങളും സ്നേഹത്തിൻ്റെയും തലോടലിൻ്റെയും വാക്കുകൾ. എല്ലാ വാക്യത്തിനകത്തും ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ കഴിയും. എബ്രായ ലേഖന കർത്താവ് എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൽ നിന്നൊരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. പഴയ നിയമത്തിൽ ന്യായപ്രമാണ സംബന്ധമായ കാര്യങ്ങൾ പറയാനല്ല ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള വിഷയം ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വിമോചനം, വിടുതൽ, ആശ്വാസം, രക്ഷ, സ്വാതന്ത്ര്യം ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി മോചനം കിട്ടാൻ വേണ്ടി, മോക്ഷം കിട്ടാൻ വേണ്ടി, വിമോചനം കിട്ടാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. രാവെന്നില്ല, പകലെന്നില്ല, അടുത്തെന്നില്ല, ദൂരെന്നില്ല, മലയെന്നില്ല, താഴ്വരയെന്നില്ല, വെയിലെന്നില്ല, തണുപ്പെന്നില്ല, ഒന്നും വകവയ്ക്കാതെ മോചനം കിട്ടാൻ വേണ്ടി, വിമോചനത്തിനു വേണ്ടി മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, അതിനുവേണ്ടി പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടാക്കിയ പണങ്ങളും സമയങ്ങളും എല്ലാം അതിനുവേണ്ടി ചെലവാക്കുകയാണ്. എന്നിട്ട് വല്ല ഗതിയുണ്ടോ? അതുമില്ല. വിടുതലുണ്ടോ? അതുമില്ല. കഷ്ടം വർദ്ധിക്കുകയല്ലാതെ കഷ്ടതയ്ക്കകത്തൊരു മാറ്റം ഉണ്ടാകുന്നില്ല, വിടുതൽ കിട്ടുന്നില്ല. എന്നാൽ ഞാൻ യേശുവിൻ്റെ വചനം പഠിച്ചപ്പോൾ, യേശുവിനെ അനുഗമിച്ച പലരുടെയും വാക്കുകൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഈ വാക്യത്തിനകത്ത് ഒത്തിരി സന്തോഷം തോന്നി. യേശുവിൻ്റെ രക്തത്താൽ നമ്മെ വിടുവിക്കാൻ കഴിയും. പഴയ നിയമകാലത്ത് ആട്ടിൻകുട്ടിയാണ് അറുക്കപ്പെടുന്നത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി. മഹാപുരോഹിതൻ്റെ കയ്യിൽ ആലയത്തിൽ സമാഗമന കൂടാരത്തിൽ ആ പ്രാകാരത്തിൽ ആട്ടിൻകുട്ടിയെ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ ഒരു കുറുപ്രാവിനെ കൊണ്ടു കൊടുക്കും.
അല്ലെങ്കിൽ ഒരു പശുക്കിടാവിനെ കൊണ്ടു കൊടുക്കും. അത് ഊനമില്ലാത്തതെന്ന് അറിഞ്ഞാൽ കണ്ണു പൊട്ടാത്ത, രോമം പൊഴിയാത്ത, കുളം പൊടിയാത്ത, കൊമ്പൊടിയാത്ത, അല്ലെങ്കിൽ പുണ്ണുകളൊന്നും വരാത്ത ഒരു മൃഗമാണ്, ഒരു പക്ഷിയാണ് എങ്കിൽ അതിനെ പുരോഹിതന് യാഗമാക്കും, അതിനെ അറുക്കും. അതിൻ്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് തണ്ടുകൊണ്ട് യാഗപുരുഷൻ്റെ തലയിൽ തളിക്കും. അങ്ങനെ വിമോചനം കിട്ടുന്നു, പാപം ക്ഷമിക്കപ്പെടുന്നു. അത് പഴയ നിയമത്തിലെ ഒരു ആരാധന ക്രമമാണ്. അതൊരു നിഴല് മാത്രമാണ്. എന്നാൽ നാം ഇന്ന് രാവിലെ ആയിരിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിലല്ല. ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെട്ടതോടെ, ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതോടെ പഴയതെല്ലാം കഴിഞ്ഞുപോയി. ന്യായപ്രമാണത്തിനകത്ത് നിന്ന സകല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിന്നുപോയി. ക്രിസ്തുവിൻ്റെ അവതാരത്തോടുള്ള ബന്ധത്തിൽ പിന്നീട് മാനസാന്തരവും രക്ഷയും നിലനിർത്തിക്കൊണ്ട് എന്നേക്കുമായി ഒരാട്ടുംകുട്ടി അറുക്കപ്പെടുകയാണ്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു മരിച്ചത്, യാഗമായത് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി രക്ഷ, വിമോചനം കിട്ടാൻ വേണ്ടിയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നമുക്ക് കാണുവാൻ കഴിയും. ആദ്യമായി ഒരാട്ടുംകുട്ടി അറുക്കപ്പെട്ടത് ഏദൻ തോട്ടത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നതുകൊണ്ട് അവർ മരണം സംഭവിച്ചു, നഗ്നരായി മാറി, തേജസ് നഷ്ടപ്പെട്ടു. അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത്തിയിലെടുത്തു ഒരടയാടയുണ്ടാക്കി. പക്ഷേ വെയിൽ വന്നപ്പോൾ അത് ഉണങ്ങിപ്പോയി. എന്നാൽ ആ നഗ്നത മറയ്ക്കാൻ ആ തോട്ടത്തിൽ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ യഹോവയായ ദൈവം വെയിലാറിയ സമയത്ത് വന്നപ്പോൾ ആദമേ നീ എവിടെയെന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവർ വൃക്ഷങ്ങളുടെ മറവിൽ മറഞ്ഞിരിക്കുക. കാരണം എന്തറിയാമോ? അവർ നഗ്നരാണെന്ന് മനസ്സിലായതുകൊണ്ട്. പാപം ചെയ്താൽ നഗ്നരാകും, പാപം ചെയ്താൽ ആത്മീക മരണം സംഭവിക്കും, പാപം ചെയ്താൽ തേജസ് നഷ്ടപ്പെട്ടു പോകും, പാപം ചെയ്താൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നു. ആ നഗ്നരായവരെ ഉടുപ്പിക്കുവാൻ ദൈവം അവിടെ ചെയ്തത് എന്താണ്? വേറൊരു വൃക്ഷത്തിൻ്റെ ഇല പറിച്ച് അവരെ ഉടുപ്പിച്ചു എന്നല്ല, ഒരാട്ടുംകുട്ടിയെ പിടിച്ച് അതിനെ അറുത്ത് അതിൻ്റെ തോലെടുത്ത് അവരെ ഉടുപ്പിച്ചു. അങ്ങനെ അവിടെ ഒരാട്ടുംകുട്ടി അറുക്കപ്പെടുന്നത് കാണാനായിട്ട് കഴിയും. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 22-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ്. തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതി ഇസഹാക്കിന് വേണ്ടി മോറിയ മലയിൽ കുരുക്കപ്പെട്ട് കിടക്കുന്ന ഒരാട്ടുംകുട്ടിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. മകൻ തകരേണ്ട സ്ഥാനത്ത്, യാഗമാകേണ്ട സ്ഥാനത്ത് കൊമ്പ് കുരുങ്ങിക്കിടക്കുന്ന ഒരാട്ടുംകുട്ടിയെ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ കണ്ടു. കൊമ്പ് കുരുങ്ങാൻ കാരണം കാലയിലോ കയ്യിലോ ആണെങ്കിൽ ആ സ്കിന്ന് പൊട്ടും, രോമം പൊഴിയും, മുറിവുകൾ സംഭവിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും പിന്നെ യാഗത്തിന് അതിനെ കൊള്ളത്തില്ല. അതുകൊണ്ട് ശരീരത്തിൽ ഒരു കേടുപാടും ഉണ്ടാകാതെ, ഒരു ഊനവും ഉണ്ടാകാതെ ഇരിക്കാൻ യഹോവയായ ദൈവം ആട്ടുംകുട്ടിയെ കൊമ്പിലാണ് കുരുക്ക് ഇട്ടത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനെയാണ്. പല കോടതികൾ മാറി മാറി വിധിച്ചിട്ടും കയ്യഫാവും പീലാത്തോസും വേണ്ട സകലരും പറഞ്ഞു ഇവനൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിൻ്റെ ഭാര്യയും പറഞ്ഞു ഇവനൊരു കുറ്റവും കാണുന്നില്ല. അപ്പോൾ കുറ്റമില്ലാത്ത, കുറവില്ലാത്ത ഒരാടിന് മാത്രമേ മറ്റൊരാളുടെ പാപങ്ങൾക്ക് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി യാഗമാകുവാൻ കഴിയുള്ളൂ. അങ്ങനെ ഉലകത്തിൽ ഒരു വ്യക്തി മാത്രമേ ജനിച്ചിട്ടുള്ളൂ, വന്നിട്ടുള്ളൂ. അത് നസ്രയനായ യേശുവാണ്. അപ്പം ഇസഹാക്ക് തകരേണ്ട സ്ഥാനത്ത് ഒരാട്ടുംകുട്ടി തകരുന്നു. ആട്ടുംകുട്ടി എടുത്തുകൊണ്ട് വരുന്നു, യാഗം കഴിക്കുന്നു. അപ്പനും മകനും കൂടെ ആ വഴി ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ അടുത്തൊരു ആട്ടുംകുട്ടി തകർക്കപ്പെട്ടത് ആ ഈജിപ്തിൽ കിടക്കുന്ന അടിമ വീട്ടിൽ, മിസ്രൈമിലെ അടിമ വീട്ടിൽ കിടക്കുന്ന അടിമകളായ ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടിയാണ്, കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലണം, മിസ്രൈമിൽ ഇനിയും, അല്ലെങ്കിൽ ഈജിപ്തിൽ ഇനി ഇസ്രായേൽ വളരരുത് എന്ന് പറഞ്ഞ്, പ്രബലമാകരുത്, ശക്തിപ്പെടരുതെന്ന് പറഞ്ഞ് രാജാവ് രേഖ എഴുതിയപ്പോൾ ആ സ്ഥലത്ത് നിന്ന് മോശ വഴി യഹോവയായ ദൈവം
ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരു ആട്ടുംകുട്ടിയെ അറുക്കണമെന്നും അതിനെ തിന്നണമെന്നും അതിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടണമെന്നും ഉൽപ്പത്തി 12:7 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ പറയുന്ന വാക്യങ്ങൾ എടുത്ത് വായിക്കണേ, കാരണം വാക്യം കൂടെ വായിക്കാൻ പോയാൽ സമയം മുമ്പോട്ട് പോകും, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ സന്ദേശം നിർത്തണം എന്ന ആഗ്രഹമുണ്ട്. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, പാസ്റ്റേ രാവിലത്തെ പ്രഭാത സന്ദേശമാണ്, കുറച്ച് നീണ്ടുപോകുന്നില്ലേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തർക്കും ഓരോ നിലയിലുള്ള ശുശ്രൂഷകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. 1 മിനിറ്റ് മെസ്സേജ് കൊടുക്കുന്ന ആളുകൾ ദൈവദാസന്മാരുണ്ട്, അത് അവരെ ഏൽപ്പിച്ച ജോലിയാണ്. പക്ഷേ 1 മിനിറ്റ് കൊണ്ട് നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് വലിയ ഉയർച്ചയുണ്ടാകും, നീ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോകാനല്ല ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ നടത്തുന്നത് ഒരു ബൈബിൾ സ്റ്റഡിയും കൂടെ ആയതുകൊണ്ട് ദൈവവചനം വ്യക്തമായി ഓരോ ദിവസവും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ചില സമയങ്ങൾ മുമ്പോട്ട് കടന്നുപോയി എന്ന് ഇരിക്കും. അതുകൊണ്ട് എനിക്ക് എല്ലാ വാക്യങ്ങളും വായിക്കാനായിട്ട് പറ്റത്തില്ല. വായിക്കാനാണെങ്കിൽ 1 മണിക്കൂർ മേളിൽ പോകും. ഓരോ ദിവസവും ദൈവസന്നിധി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ദൂതുകൾ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകണം, നിങ്ങൾക്കൊരു പരിവർത്തനം ഉണ്ടാകണം, നിങ്ങൾ ആ വാക്യത്തിൽ കൂടെ രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് സമയമെടുത്ത് എല്ലാ ദിവസവും സമയമെടുത്ത് ഞാൻ പഠിച്ച് അത് നിങ്ങൾക്ക് ദൂതായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തരികയാണ്. എനിക്കൊരു പ്രഭാത സന്ദേശം ഒരു ദിവസം നിങ്ങൾക്ക് തരണമെങ്കിൽ കുറഞ്ഞത് എനിക്കൊരു 3.5 മണിക്കൂറെങ്കിലും ചിലവിടണം. 3.5 മണിക്കൂറോളം ഞാൻ ചിലവിട്ടാണ് ഒരു പ്രഭാത സന്ദേശം രൂപപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഒത്തിരി വില കൊടുത്താണ്, അല്ലെങ്കിൽ എനിക്ക് 1 മിനിറ്റത്തെ മെസ്സേജോ 5 മിനിറ്റത്തെ മെസ്സേജ് തരാൻ എനിക്ക് അത്രയും സമയം എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ ഏൽപ്പിച്ച ദൂത് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അത് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ മിനിസ്ട്രിയുമായിട്ട് ഗ്രേസ് TV പ്രഭാത സന്ദേശത്തെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അവരത് ചെയ്യട്ടെ, എന്നെ ഏൽപ്പിച്ചത് ഇത് തന്നെയാണ്. ഇത് കേൾക്കുന്ന 6 വർഷങ്ങളാളായിട്ട് മുടങ്ങാതെ കേൾക്കുന്ന ആളുകളുണ്ട്. കിട്ടിയില്ലെങ്കിൽ വിളിച്ച് പരിതാപരം പറയുന്ന വിശ്വാസികളുണ്ട്. വിശ്വാസികൾ മാത്രമല്ല, അക്രൈസ്തരായ ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. യേശുവുമായിട്ട് ഒത്തിരി ബന്ധമില്ലാത്ത ആളുകൾ പോലും ഈ സന്ദേശം എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്നു, കാരണം അവർക്കൊരാശ്വാസമാണ്. അപ്പം ഞാൻ ഈ ദിവസങ്ങളിനിടയ്ക്ക് ഞാൻ പറയുകയാണ്, ഈ ചിലപ്പോൾ അരമണിക്കൂറോ 20 മിനിറ്റോ 25 മിനിറ്റോ ഒക്കെ ഇത് നീണ്ടിരിക്കും. അത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ സമയമെടുക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ കേൾക്കുക, അത് നിങ്ങൾക്കൊരു അനുഗ്രഹം ആയിരിക്കും. തുടക്കത്തിൽ ഞാൻ എൻ്റെ ആരംഭം കൂടെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. അതുകൊണ്ട് 1 മിനിറ്റ് മെസ്സേജോ അല്ലെങ്കിൽ 5 മിനിറ്റത്തെ മെസ്സേജോ ഒതുക്കാൻ എനിക്കറിയാത്തത് കൊണ്ടല്ല, എന്നെ കർത്താവിനെ ഏൽപ്പിച്ച ദൂത് നിങ്ങളെ അറിയിക്കണം. അത് ഒറ്റ വാക്കി തീർക്കാനുള്ളതല്ല എന്നുള്ളത് ഓർക്കുക. ഇന്നെല്ലാം ഫാസ്റ്റ് ഫുഡാണല്ലോ, പെട്ടെന്ന് തിന്നണം, പെട്ടെന്ന് യാത്ര ചെയ്യണം എന്നുള്ളതാണല്ലോ. അതേപോലെ ദൈവവചനത്തെ നിങ്ങൾ കാണരുത്, അത് മടിയന്മാരുടെ സ്വഭാവമാണ്. മടിയന്മാരാണ് പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കണം, പെട്ടെന്ന് പോയി ഉറങ്ങണം, പെട്ടെന്ന് ബൈബിൾ വായിക്കണം, അത് മടിയന്മാരുടെ സ്വഭാവം. നമ്മൾ അങ്ങനല്ല. ഓരോ ദിവസവും രാവിലെ ഇരുന്ന് നമ്മൾ അരമണിക്കൂർ ധ്യാനിച്ച് ആ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് സമയമെടുത്ത് കർത്താവിന് മഹത്വം കൊടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഓർക്കണം, ഇത് വെറുതെ വരുന്നതല്ല. ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്ത് 3.5 മണിക്കൂറോളം എനിക്ക് സമയം വേണം ഒരു മെസ്സേജ്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും ഞാൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളത് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടെ ഈ മെസ്സേജ് കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി യഹോവയായ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: അടുത്ത ദിവസം ഈ ഒരാട്ടുംകുട്ടിയെ അറുക്കണം, അതിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലുമേലും കുറുമ്പടിമേലും എന്ത് ചെയ്യണം? പുരട്ടണം. അതിൻ്റെ ആ രക്തക്കറ കാണുമ്പോൾ സംഹാരകൻ നിൻ്റെ വീടിൻ്റെ മുമ്പേ വരും. പക്ഷെ ആ രക്തക്കറയുടെ മുമ്പിൽ നിൻ്റെ വീട്ടിൽ എന്ത് ചെയ്യത്തില്ല? കയറത്തില്ല. അപ്പം നിങ്ങളുടെ വീട്ടിൽ സംഹാരകൻ കയറാതിരിക്കണമെങ്കിൽ, പോരാട്ടം വരാതിരിക്കണമെങ്കിൽ, പിശാച് വരാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ വീടിനകത്ത് പൈശാചിക ശക്തി വരാതിരിക്കണമെങ്കിൽ, നിങ്ങളോ നിങ്ങളുടെ മക്കൾക്കോ മാനസികമായ നിലയിൽ നിങ്ങളെ തളർത്തിക്കളയാതെ ദൈവകൃപയിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിലും നിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. പഴയ നിയമത്തിൽ
ആടിനെ അറുക്കണമെന്ന് പറഞ്ഞിട്ട് അത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു, അത് പഴയ നിയമത്തിൽ ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്. കാരണം യേശുക്രിസ്തു അത് ജഡശരീരമായി പഴയ നിയമത്തിൽ വെളിപ്പെടാത്തത് കൊണ്ട് യേശുവിന് പകരമായി ഒരാട്ടിൻകുട്ടിയെ അറുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ നിൽക്കുന്നത് കൃപായുഗത്തിലാണ്, നമ്മൾ നിൽക്കുന്നത് യേശുവിലാണ്, നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ശക്തിയിലാണ്, അവൻ്റെ രക്തത്തിലാണ്, അവൻ്റെ മരണ പുനരുത്ഥാനത്തിൽ ഏകീഭവിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാട്ടിൻകുട്ടിയെ ചിലപ്പോൾ നമുക്ക് 2000 രൂപ കൊടുത്താൽ വാങ്ങിക്കാം. അതിനെ അറുത്ത് അതിൻ്റെ രക്തം പുരട്ടി രക്ഷപ്പെട്ടവരാണ് പഴയ നിയമത്തിലെ ഇസ്രായേൽ. എന്നാൽ പുതിയ നിയമ ഇസ്രായേലായ ഞാനും നിങ്ങളും കാശ് കൊടുത്ത് രക്ഷ നേടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കണം. ഒരാട്ടിൻകുട്ടിയെ കൊടുത്തത് കൊണ്ടോ പകരത്തിന് അതിൻ്റെ വില ഒരു 4000 രൂപ കൊടുത്തത് കൊണ്ടോ സ്വോത്രകാഴ്ച പാത്രത്തിൽ ഇട്ടത് കൊണ്ടോ ഒരു കവറിനകത്ത് മടക്കി ദശാംശമൊന്നും പറഞ്ഞ് ആലയത്തിൽ കൊണ്ട് ഇട്ടത് കൊണ്ടോ നിനക്ക് രക്ഷ കിട്ടണമെന്നില്ല. ദൈവം നിന്റെ നന്മ വർദ്ധിപ്പിക്കും. ദൈവത്തിന് വേണ്ടി കൊടുത്താൽ നന്മ വർദ്ധിപ്പിക്കും. പക്ഷേ ഈ ഭൂമിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മ 1,00,000 രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ അതിൻ്റെ ദശാംശം അല്ലെങ്കിൽ അതിൻ്റെ മനഃപൂർവ്വ ദാനം ആലയത്തിൽ കൊണ്ടു കൊടുത്താൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടും. നിങ്ങളെ ദൈവം തീർച്ചയായും അനുഗ്രഹിച്ചിരിക്കും. കാരണം അബ്രഹാം ഭൂമിയിൽ ഉള്ളപ്പോൾ ദൂതന്മാരെ സൽക്കരിച്ചപ്പോൾ അവരുടെ തലമുറ വർഷങ്ങൾക്ക് ശേഷം കാടയെ കൊടുത്ത് ദൈവം മരുഭൂമി ആദരിച്ച ദൈവമാണ്. അപ്പോൾ നിങ്ങൾ ചെലവിടുന്നതിനെല്ലാം ഇവിടെ പ്രതിഫലം ഉണ്ട്, അതിന് യാതൊരു മാറ്റവും. പക്ഷേ കർത്താവുമായുള്ള ബന്ധത്തിൽ അത് നടക്കത്തില്ല. കർത്താവുമായുള്ള ബന്ധത്തിൽ ക്രിസ്തുവിനോട് കൂടെ വസിക്കണമെങ്കിൽ, ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ, ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ആയിരിക്കണമെങ്കിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തത് കൊണ്ടോ വീട് വെച്ച് കൊടുത്തത് കൊണ്ടോ കുരിശു പണിത് കൊടുത്തത് കൊണ്ടോ പള്ളിക്ക് പെയിൻ്റ് അടിച്ചു കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ സമൂഹ വിവാഹം നടത്തിയത് കൊണ്ടോ 2000 രൂപ കൊടുത്ത് യാഗം കഴിച്ചത് കൊണ്ടോ രക്ഷ കിട്ടത്തില്ല, വീണ്ടെടുപ്പ് കിട്ടത്തില്ല, ക്രിസ്തുവിനെ കിട്ടത്തില്ല, നിത്യജീവൻ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് രക്ഷ കിട്ടണം, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടണം, നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഓടിയതും അധ്വാനിച്ചതും പൗലോസിൻ്റെ ഭാഷയിൽ വ്യർത്ഥമാണ്. നമ്മൾ ചിലപ്പോൾ 80 വയസ്സ് വരെ ഓടിക്കാണും, 90 വയസ്സ് വരെ ഓടിക്കാണും, 110 വയസ്സ് വരെ ഓടിക്കാണും. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ കണ്ടത് 117 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചിയെ കണ്ടു. അപ്പം അത്രയും വർഷം ഓടിയെന്നിരിക്കും. പക്ഷെ നിത്യതയിൽ പോകണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾക്ക് വസിക്കണം. ക്രിസ്തുവിനോടുകൂടെ വസിക്കണമെങ്കിൽ അവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം, അവൻ്റെ രക്തത്തിൽ നമ്മൾ കഴുകപ്പെടണം, അവൻ്റെ കൃപയിൽ നമ്മൾ ചലിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ടാകുന്നത്, ചൊരിയപ്പെട്ട രക്തത്താൽ നമുക്ക് വിടുതൽ കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഭൗതിക അനുഗ്രഹങ്ങളായിരിക്കും. നമ്മുടെ ലക്ഷ്യം ഭൗതിക അനുഗ്രഹങ്ങളല്ലല്ലോ. ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് വീട് വേണം, കാറ് വേണം, വസ്ത്രം വേണം, ആഹാരം വേണം, കാര്യങ്ങളൊക്കെ ശരിയായി. ഇതൊന്നും വേണ്ടെന്നല്ല പാസ്റ്റർ പറയുന്നത്. പാസ്റ്ററും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഈ ഭൂമി ജീവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഒരു ഗതിയാക്കണം, ഒക്കെ നമ്മുടെ ആഗ്രഹമാണ്. പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ്. അത് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും അത് യേശുവിനോട് കൂടെ ആകണമെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പഴയ നിയമത്തിൽ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലുമാണ് യേശുവിൻ്റെ രക്തം തളിച്ചതെങ്കിൽ ശ്രദ്ധിക്കൂ, നമ്മളിപ്പോൾ പഴയ നിയമത്തിലല്ല, നമ്മൾ പുതിയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ കേവലം ഒരു ആട്ടിൻകുട്ടിയെ അറുത്ത് പാപമോചനം നേടിയെങ്കിൽ നാം നിൽക്കുന്ന ഈ പുതിയ നിയമത്തിൽ ആട്ടിൻകുട്ടിയെ കൊണ്ടല്ല പാപമോചനം നേടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ന്യായപ്രമാണം കഴിഞ്ഞുപോയി, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുമ്പോൾ ആ ന്യായപ്രമാണം കഴിഞ്ഞുപോയി. ഇപ്പോൾ പുതിയ യുഗം, ക്രിസ്തു യുഗം ആരംഭിച്ചിരിക്കുക. ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് ശേഷമുള്ള ജീവിതമാണ്, ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള ജീവിതമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഇനിയും നമുക്ക് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും അല്ല രക്തം തളിക്കപ്പെടേണ്ടത്. ഇനിയും തളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയും രക്തം തളിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലാണ്, നമ്മളിലാണ്.
യേശുവിൻ്റെ രക്തം കൊണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞ സകല യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ കഴുകുന്നു, നമ്മളെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ ശുദ്ധീകരിക്കുന്നു, കഴുകുന്നു, വിശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നാം നിൽക്കുന്നത് എവിടെയാണ്? പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ ഒറ്റൊരാട്ടിൻകുട്ടിയേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനെക്കുറിച്ച് വെളിപ്പാട് 5:6 പറയുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ്. വെളിപ്പാട് 5:6 വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട്. സ്വർഗത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടുവെന്ന. ആരാണ് അറുക്കപ്പെട്ടത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് അറുക്കപ്പെട്ടത്. യെശയ്യാവ് 53 നിങ്ങൾ വായിക്കണം. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്നതിനിടയിൽ മിണ്ടാതിരിക്കുന്ന ആടുകളെ പോലെ എൻ്റെ കർത്താവ് മൗനമായി. എന്തിന്? നമ്മുടെ രോഗങ്ങൾ വഹിക്കാൻ, നമ്മുടെ വേദനകൾ നീക്കാൻ, നമ്മുടെ അകൃത്യം വഹിക്കാൻ. 3 കാര്യം. നമ്മുടെ രോഗങ്ങൾ എന്ത് ചെയ്യണം? വഹിക്കാൻ. നമ്മുടെ വേദനകൾ എന്ത് ചെയ്യണം? നീക്കാൻ. നമ്മുടെ അകൃത്യങ്ങൾ, പാപങ്ങൾ എന്ത് ചെയ്യണം? വഹിക്കാൻ. ഇതിന് കർത്താവ് അറുക്കപ്പെട്ടു. പഴയ നിയമത്തിൽ കേവലം ഒരു ആട് അറുക്കപ്പെട്ടത് നമ്മുടെ പാവങ്ങളെ വഹിക്കാനാണെങ്കിൽ, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു 2 ആടിനെ, ഒന്ന് ആലയത്തിൽ യാഗം കഴിക്കുന്നു, മറ്റൊന്ന് പുരോഹിതൻ 2 കൈയും വെച്ചുകൊണ്ട് അവൻ്റെ തലയിൽ വെച്ച് ആടിനെ കൊണ്ടുവന്ന വ്യക്തിയുടെ സകല പാപവും പറഞ്ഞ് അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഈ ആടിനെ മരുഭൂമിയിലേക്ക് അഴിച്ചുവിടും. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ വായിക്കുക, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അറുക്കപ്പെടുന്ന കുഞ്ഞാടെന്നല്ല, ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ 2 രീതിയുണ്ട്. ചുമന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്നു. ആട്ടിൻകുട്ടി ഇങ്ങനെ പോകുമ്പോൾ കാണുന്നതെല്ലാം പറയും, ആരുടെയോ പാപം എന്ത് ചെയ്യുക? വഹിച്ചു കൊണ്ടുപോകുക. ഇതേ അർത്ഥത്തിലാണ് യോഹന്നാൻ പറഞ്ഞത്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇപ്പൊ പഴയ നിയമത്തിൽ പാപത്തെ വഹിക്കാൻ ഒരു ആട്ടിൻകുട്ടിയായിരുന്നെങ്കിൽ ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ ക്രിസ്തു യുഗമായതുകൊണ്ട്, ക്രിസ്തുവിലായതുകൊണ്ട് ഇനി നമുക്ക് എന്നേക്കും ഒരു ആട്ടിൻകുട്ടി എന്ത് ചെയ്തു? അറുക്കപ്പെട്ടു. ഇബ്രാഹിംലേഖനത്തിൽ വാക്യമുണ്ട്, ഇനി പശുഭസ്മത്തിനോ ആ പശു അല്ലെങ്കിൽ മൃഗത്തിൻ്റെ രക്തത്തിനോ നമ്മളെ വീണ്ടെടുക്കാൻ കഴിയുകയില്ല. എന്നേക്ക് യാഗമായ ക്രിസ്തുവിൻ്റെ യാഗത്താലാണ് നമുക്ക് വിമോചനം കിട്ടുന്നത്. അപ്പോൾ യേശു കർത്താവ് എന്തിനാണ് ക്രൂശിൽ കയറിയത് എന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് എന്തിനാണ് ഈ കഷ്ടം സഹിച്ചത്? അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിനിടയിൽ മിണ്ടാതിരിക്കുന്ന ആടുകളെ പോലെ യേശു കർത്താവ് എന്തിനായിരുന്നത്? നമ്മുടെ രോഗങ്ങൾ വഹിക്കാൻ, നമ്മുടെ വേദനകൾ നീക്കാൻ, നമ്മുടെ അകൃത്യം, നമ്മുടെ പാപങ്ങളെ വഹിക്കാൻ. അപ്പം യേശു കർത്താവ് രക്തം നമുക്ക് വേണ്ടി തന്നു. ആ രക്തം കട്ടളക്കാലിലല്ല, ഇനി ആ രക്തം ഇനി കുറുപ്പടിമേലല്ല, നമ്മളിൽ തളിക്കണം. നമ്മുടെ മനസ്സിനെ തളിക്കണം, നമ്മുടെ കണ്ണിനെ തളിക്കണം, നമ്മുടെ കാലിനെ തളിക്കണം, നമ്മുടെ കയ്യെ, നമ്മുടെ ചിന്ത, നമ്മുടെ ബ്രെയിനെ, നമ്മുടെ ഹാർട്ടിനെ എല്ലാം തളിക്കണം. അങ്ങനെ തളിക്കുമ്പോഴാണ് നമുക്ക് വിടുതൽ കിട്ടുന്നത്. ആ ചൊരിയപ്പെട്ട രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചൊരിയപ്പെടുന്ന രക്തത്താൽ നമുക്ക് വിടുതലുണ്ടെന്ന്, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എനിക്കൊരു വിമോചനമുണ്ടെന്ന്, ഞാൻ രോഗിയാകേണ്ട സ്ഥാനത്ത് എൻ്റെ രോഗങ്ങൾ വഹിച്ചു, ഞാൻ ശാപമായി ശപിക്കപ്പെട്ട് കിടക്കേണ്ട സ്ഥാനത്ത് ആ ശാപത്തിൻ്റെ കുഴിയിൽ നിന്ന് എന്നെ പുറത്തെടുത്ത് ക്രിസ്തു എന്ന പാറയിൽ കൊണ്ട് ചതുപ്പിനകത്തുന്ന ഒരു വ്യക്തിയെ പാറയെ കൊണ്ട് നിർത്തുന്നത് പോലെ എന്നെ നിർത്തിയെന്ന് യേശു ആണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ മനസ്സിൽ അറിഞ്ഞതും അറിയാത്തതുമായ പാപങ്ങൾ, മരണകരമായ പാപങ്ങൾ, കല്ലെറിയേണ്ട പാപങ്ങൾ വരെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ആ പാപങ്ങൾ മുഴുവനും വഹിച്ചത്, ക്ഷമിച്ചത് യേശുവാണെന്ന് ഇന്ന് രാവിലെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? യേശു ഒരു പട്ടണത്തിൽ കൂടെ പോകുമ്പോൾ ഒരു വേശ്യാസ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് പോകുന്ന ഭാഗം കാണുന്നില്ലേ? എന്താ മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നു, ശരീരം വിൽക്കുന്നവൾ മറ്റു പുരുഷനുമായി തെറ്റായ മാർഗത്തിൽ ജീവിക്കുന്നവളെ കിട്ടിയാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. അങ്ങനെ കല്ലെറിഞ്ഞു കൊണ്ടുപോകുമ്പോൾ യേശു അവിടെ നിന്നു, നിലത്ത് എഴുതിക്കൊണ്ട് നിന്നു. ആ സമയത്ത് യേശു കർത്താവ് പറഞ്ഞത്, എന്തിനു ഇവളെ കല്ലെറിയുന്നു? ഞങ്ങളുടെ പ്രമാണത്തിൽ പറയുന്നു ഇവളെ കല്ലെറിയണമെന്ന്. അപ്പോൾ യേശു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ എന്ത് ചെയ്യട്ടെ? കല്ലെറിയട്ടെ എന്ന് പറയുന്നു. അപ്പോൾ യേശു പാപികളെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. പക്ഷേ യേശു പാപത്തെ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു.
അപ്പൊ എന്നേക്കും നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച് യാഗമായി ക്രൂശിക്കപ്പെട്ടു, രക്തം ഒഴിച്ച് ആ കൽത്തളങ്ങളിൽ കൂടെ രക്തം നമുക്ക് വേണ്ടി ശരീരം മുഴുവൻ ഒഴിച്ച് നമ്മെ വീണ്ടെടുക്കാൻ ക്രിസ്തു ക്രൂശിൽ കയറി. ഞാൻ ഒരിക്കലും പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. ആ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന, എൻ്റെ ആശയമല്ല, എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന ആശയം ഞാൻ പറയാം. ഒരു അലക്കുകാരൻ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് ഒരു തുണി അതിനകത്ത് മുക്കി നന്നായിട്ട് അതിനെ ഒലച്ച് കഴുകി അതിനെ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമെല്ലാം അവസാനത്തോളം ആ മനുഷ്യനാൽ കഴിയുന്ന ആരോഗ്യം ഉപയോഗിച്ച് അതിനെ പിഴിഞ്ഞ് അയയിലേക്ക് ആ തുണി വീശിയിടുന്നത് പോലെ യേശു കർത്താവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം പിഴിഞ്ഞ് കാൽവറിൽ ഒഴിച്ച് ആ ക്രൂശിൽ കർത്താവിനെ എടുത്തു കിടത്തി. അതുകൊണ്ടല്ലേ യേശു മരിച്ചോ എന്നറിയാൻ വേണ്ടി പടയാളികൾ കുന്തമായി വന്ന് അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയത്. ആ കുത്തല് കൊണ്ടപ്പോൾ അവിടെ എന്താണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്? വെള്ളവും രക്തവും കൂടെ വന്നെന്ന. രക്തം മാത്രമല്ല അവിടെ വന്നേ, രക്തം വന്നതിന് ശേഷം പിന്നെ എന്തു വന്നു? വെള്ളം വന്നു. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, എന്തിനാ വെള്ളം വന്നേ? രക്തം പിന്നെ ഇല്ല. അപ്പോൾ അവസാനത്തുള്ളി രക്തം, ആ ലാസ്റ്റ് ബ്ലഡും കൂടെ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു നമുക്ക് വേണ്ടി. എന്നിട്ട് ബ്ലഡ് ഇല്ലാതെ വന്നപ്പോൾ വെള്ളം വന്നു. സ്തോത്രം, വെള്ളം വന്നു. നമുക്ക് ഈ സ്റ്റൊമക്കിനകത്ത് പ്രശ്നം വരുമ്പോൾ നമ്മൾ വൊമിറ്റ് ചെയ്യാറില്ലേ? അപ്പോൾ കഴിച്ചതെല്ലാം പുറത്തു പോയി കഴിയുമ്പോൾ ലാസ്റ്റ് ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. ഒന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോഴും നമ്മൾ ഈ വയറ് വലിച്ച് നമ്മൾ ഓക്കാനിച്ച് ഛർദ്ദിക്കുന്ന ചില സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? അപ്പോൾ എന്താ വരുന്നത്? വെള്ളം വരും, മഞ്ഞ വെള്ളം വരും. കാരണം ഒന്നുമില്ല, കഴിച്ചതൊന്നും ഇനി പുറത്തു വരാനായിട്ട് ഇല്ല. എന്നതുപോലെ കർത്താവിൻ്റെ ശരീരത്തിലെ രക്തം മുഴുവനും ഒഴിച്ച് കളഞ്ഞിട്ട്, മൊത്തം ഒഴിച്ച് കളഞ്ഞിട്ട്, എന്നിട്ട് എന്തിനാ ഒഴിച്ച് കളഞ്ഞേ? എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾ കഴുകാൻ ആ രക്തം വേണമായിരുന്നു. പിതാവിനോട് ഉടമ്പടി ചെയ്ത് ക്രിസ്തു ഈ ഭൂമി വന്നത് മനുഷ്യൻ്റെ പാപത്തെ കഴുകി പുത്രൻ ദൈവത്തിങ്കിലേക്ക് നമ്മളെ എത്തിക്കാമെന്നുള്ള ആ ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് പിതാവാം ദൈവം മൗനമായിരുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നീക്കാതെ മുഖം തിരിച്ചത് എന്തിനാ? ഈ ക്രൂശീകരണത്തിന് വേണ്ടിയാ, ഈ രക്തം ചൊരിയാൻ വേണ്ടിയാ. അങ്ങനെ ക്രിസ്തു രക്തം, അവസാനത്തുള്ളി രക്തം നമുക്ക് വേണ്ടി ഒഴുക്കിയത് കൊണ്ട് നമുക്കെന്നേക്കും ഒരു വിടുതൽ കിട്ടി. അപ്പൊ പഴയ നിമിതി നോക്കൂ, ആട്ടുംകുട്ടി ഇസഹാക്കിന് വേണ്ടി മുറിക്കപ്പെട്ടപ്പോൾ ഇസഹാക്ക് രക്ഷപ്പെട്ടു. ആ ഈജിപ്തില് അല്ലെങ്കിൽ ആ ഇസ്രായേൽ മക്കൾ അടിമ വീട്ടിൽ കിടക്കുമ്പോൾ രക്തം കൊണ്ട് കട്ടളക്കാലും കുറുമ്പടിമേലും പുരട്ടിയപ്പോൾ ആ വീട് രക്ഷപ്പെട്ടു, സംഹാരകന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. യെശയ്യാവിന്റെ പുസ്തകത്തെ 53 പറയുന്നു, അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കിനിടെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ എനിക്കും നിനക്കു വേണ്ടി ഇരുന്ന് അവസാനത്തുള്ളി രക്തം കാൽവറിൽ ഒഴുക്കി എന്നേക്കും എൻ്റെ പാപം എന്ത് ചെയ്തു? കഴുകി. ഇനി നമ്മൾ വിശുദ്ധരാണ്, ഭാരപ്പെടേണ്ട. നമ്മുടെ പാപം കഴുകി കളഞ്ഞു. എൻ്റെ വസ്ത്രം ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ അല്പം അഴുക്കുണ്ടെങ്കിൽ ഞാനത് കൊണ്ടുപോയി വാഷ് ചെയ്യാം. എൻ്റെ വൈഫ് അത് വാഷ് ചെയ്ത് തരും. വാഷ് ചെയ്തിട്ട് അതിനെ നന്നായി ഉണക്കി അയണൊക്കെ ചെയ്ത് കയ്യിലെടുത്ത് നിവർത്തി നോക്കുമ്പോൾ ആ പാട്, ആ അഴുക്ക് അവിടെ കാണത്തില്ല. എന്നതുപോലെ നമ്മുടെ കാൽവറിയിലെ രക്തം കൊണ്ട് സകല പാപവും കഴുകി, സകലതും കഴുകി. നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാപങ്ങൾ കർത്താവ് കഴുകി. പക്ഷേ ഇന്ന് രാവിലെ ആത്മാവിൽ ശ്രദ്ധിക്കണം, കൂടെ പാപം ചെയ്യരുത്. കർത്താവ് 1 ക്ഷമിക്കും, 2 ക്ഷമിക്കും, 3 ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും. പിന്നെയും ആവർത്തിക്കപ്പെടുന്നെങ്കിൽ നിന്നെ ന്യായവിധിക്ക് വേണ്ടി എന്തു ചെയ്യും? മാറ്റിവെക്കും. പിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ അനുദപിച്ചു വന്നാൽ, പാപം ഏറ്റുപറഞ്ഞാൽ, ശുദ്ധീകരിച്ചു വന്നാൽ, ദൈവസന്നിധി മുട്ടുമടക്കിയാൽ ഈ രക്തത്താൽ നിങ്ങൾക്കൊരു വിടുതലുണ്ട്. എവിടെ നിന്ന്? രോഗത്തിൽ നിന്ന്. എവിടെ നിന്ന്? ശാപത്തിൽ നിന്ന്. എവിടെ നിന്ന്? അകൃത്യങ്ങളിൽ നിന്ന് വിടുതലുണ്ട്. യെശയ്യാ പ്രവാചകൻ 53:6 പറയുന്നുണ്ട്, ആ വിടുതൽ ലഭിക്കാനാണ് ക്രിസ്തു രക്തം ചൊരിഞ്ഞത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ രക്തത്തിലുള്ള വിടുതൽ പ്രാപിക്കാം. യേശുവിൻ്റെ രക്തത്തിലുള്ളതായ സൗഖ്യം നമുക്ക് നേടാം.
യേശുവിൻ്റെ രക്തത്തിലുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം നമുക്ക് കൈവശമാക്കാം. ദൈവം നിങ്ങൾക്ക് അവസരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം ഇതേ സമയം അടുത്തൊരു സന്ദേശവുമായി നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. വോയിസ് മെസ്സേജ് അയക്കരുത്. കാരണം ഒത്തിരി കേട്ടുകൊണ്ടിരിക്കാൻ ടൈമില്ല. പ്രാർത്ഥന വിഷയം എഴുതി അയയ്ക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഗൂഗിൾ ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളത് പിൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ വിഷയത്തിന് മറുപടി കിട്ടുന്നിടം വരെ ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മറുപടി കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ അറിയിക്കുക, ഞങ്ങളത് വെട്ടിക്കളയും. അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കൂ, ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കൂ. ദൈവം അത്ഭുതം ചെയ്യും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് കർത്താവെ ഞങ്ങൾ എബ്രായ ലേഖനത്തിൽ വായിച്ചു. കർത്താവെ, അങ്ങയുടെ രക്തത്താലാണ് ഞങ്ങൾക്ക് വിമോചനമുണ്ടായത്, ഞങ്ങൾക്ക് രക്ഷയുണ്ടായത്, വീണ്ടെടുപ്പുണ്ടായത്. അത് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയതിനായി സ്തോത്രം. അവസാന തുള്ളി രക്തം വരെ ഇറ്റിറ്റു വീണ് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾ കഴുകാൻ അങ്ങ് സഹിച്ച ആ സഹനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട നിന്റെ മക്കളെ അനുഗ്രഹിക്കണേ. ഇവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണേ. ഇവരുടെ വേദനകളെ കർത്താവ് തുടയ്ക്കണേ. കഷ്ടതകൾ നീങ്ങട്ടെ, ബന്ധനം അഴിയട്ടെ, ദൈവിക പദ്ധതി വെളിപ്പെടട്ടെ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൃപയാൽ ദൈവം നിങ്ങളെ മറയ്ക്കട്ടെ. യേശുവിൻ്റെ രക്തമുണ്ട്, വിഷമിക്കേണ്ട. ആ രക്തം കൊണ്ട് കർത്താവ് നമ്മളെ കഴുകും. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ഒരു വിടുതൽ നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ തലമുറയ്ക്കുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. പ്രാപിക്കാം. അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.